നമ്മുടെ മൊബൈൽ ഫോണിൽ വോളിയം കൂട്ടി വെക്കുമ്പം ഒരു പരിധി കഴിഞ്ഞാൽ ഫോൺ തന്നെ ഒരു വാർണിംഗ് തരും. ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കേൾവിയെ ബാധിക്കാം. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാൻഡേറ്റ് കൊടുത്തേക്കുന്നതാണ്. ആ ഒരു വാർണിംഗ് മെസ്സേജ് എപ്പോഴും പോകണം. നമുക്കിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ആക്സിഡൻറ്റ് കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു കേൾവിക്കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ ചെയ്യേണ്ടത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി? ഒരു ഗ്രൂപ്പായിട്ട് സംസാരിക്കുമ്പം ഇവർ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം, പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കേൾവിക്കുറവുണ്ടെന്ന് പറയാനുള്ളൊരു മടിയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, തലയാട്ടും മനസ്സിലായി എന്ന് പറഞ്ഞ് തലയാട്ടി കാണിക്കും. പക്ഷേ ആക്ച്വലി എനിക്കതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം ഇപ്പോഴാണ് ഹെഡ്ഫോൺസ് നമുക്ക് ഇത്രയും ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് വന്നതിന് ശേഷമാണ് അതിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് ബുദ്ധിമുട്ടില്ല, പക്ഷേ അതിൻ്റെ അത് അവർ ഉപയോഗിക്കുന്ന വോളിയമാണ് പ്രശ്നക്കാരൻ വരുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി വളരെ 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 പ്രധാനപ്പെട്ട ഒരു അതിഥി തന്നെയാണ്. കാരണം മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെയാണ്. പ്രധാനമായും കണ്ണ്, ചെവി, എല്ലാം. അപ്പോൾ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട്, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളിലും എല്ലാവരിലും കേൾവിക്കുറവ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് 14ഓളം ബ്രാഞ്ചുകളിൽ, അതുപോലെ കേരളത്തിലുടനീളം ഒരുപാട് പേർക്ക് എന്താ പറയുക, കേൾവിക്കുറവുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ഇതും പരിഹരിച്ചു കൊടുത്തേക്കുന്ന ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻ 14ഓളം ബ്രാഞ്ചുകളാണ് കേരളത്തിൽ മൊത്തം ഉള്ളത്. അതിൻ്റെ അമരക്കാരൻ നമ്മുടെ സ്വന്തം വിവേക് സാറാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഇത് ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ എടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് താങ്കളെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അങ്ങ് സംസാരിക്കാം, ഷെയർ ചെയ്യാം. ഇപ്പോൾ ആദ്യമായിട്ട് ഒന്ന് ചോദിക്കട്ടെ, ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? ഞാൻ പഠിക്കുന്ന ടൈമിലല്ലേ ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയാണ്. അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നത്, അമ്മ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു കൊളീഗിൻ്റെ അനിയത്തി ഈ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയാണ് പഠിച്ചിരുന്നത്. പുള്ളിക്കാരി US വർക്ക് ചെയ്തത്. അപ്പോൾ അന്നത്തെ എല്ലാ പേരൻസിനെയും പോലെ മക്കളെ പുറത്ത് വിടണം, അങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. പിന്നെ എൻട്രൻസ് പ്ലസ് ടുവിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ഡയറക്റ്റ് ഇതുള്ളതെന്ന്. അങ്ങനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രത്ത്, അന്ന് അത് ട്രിവാൻഡ്രത്ത് പൂജപ്പുരയായിരുന്നു അതിൻ്റെ തുടക്കം. ആ ടൈമിലാണ്. ഇപ്പോൾ അത് അക്കുളം മാറി വലിയ ക്യാമ്പസായി, ഒരുപാട് നല്ല ഇൻഫ്രാസ്ട്രക്ചറായി, ഗവൺമെൻറ് ചെയ്യുന്ന ഒരുപാട് സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു ഇതായിട്ടും ഡെവലപ്പ് ചെയ്തു വന്നു. അപ്പോൾ നിഷിൻ്റെ തന്നെ വൺ ഓഫ് ദി ഫസ്റ്റ് ബാച്ചസിലെയാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഞാൻ നിഷിൻ്റെ 4ാമത്തെ ബാച്ചാണ് ബാച്ചിലേഴ്സ് ചെയ്യുന്നത്. അന്നും ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു കോഴ്സിനെ കുറിച്ച് അങ്ങനെ ആർക്കും അറിയില്ല. ഇത് പറയുമ്പോൾ തന്നെ ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള കോഴ്സാണല്ലോ, എന്തു പറ്റി ഇങ്ങനെ. അപ്പം അതിൽ നമ്മുടെ കൂടെ വരുന്നവർക്ക് തന്നെ ചോദിക്കുമ്പോഴത്തേനും ഓക്കെ ഇങ്ങനെ അറിഞ്ഞു അങ്ങനെ വന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് എക്സാക്ട്ലി ഇങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും. എന്തായാലും അന്വേഷിച്ച ഉടനെ തന്നെ അവിടെ അഡ്മിഷനും കിട്ടി. അങ്ങനെ നമ്മൾ ഈ ഒരു അങ്ങനെ ഓഡിയോളജിസ്റ്റായി. അന്നേരം ഓഡിയോളജിസ്റ്റ് മാത്രമല്ല, അന്നേരം ഓഡിയോളജിയും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയും ഉണ്ട്, ഈ സ്പീച്ച് തെറപ്പി കുട്ടികൾക്ക് കൊടുക്കണേ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഓഡിയോളജി റിലേറ്റഡ് ആയിരുന്നു. അങ്ങനെ മാസ്റ്റേഴ്സിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂർ, അവിടുത്തെ എൻട്രൻസ് എഴുതി, അവിടെ കിട്ടി. അവിടെ ഓഡിയോളജി ഞാൻ സ്പെഷ്യലൈസ് ചെയ്യാണ് ചെയ്തത് മാസ്റ്റേഴ്സിൽ. അങ്ങനെ ഇപ്പം പ്യുവർലി ഓഡിയോളജിസ്റ്റാണ്. സ്പീച്ച് തെറപ്പി അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ ഓഡിയോളജിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നു. ശരിക്കും ഇപ്പോൾ പുതിയ ജനറേഷനിൽ കേൾവിക്കുറവ് ഇതൊരു ബാധിക്കുന്ന ഒരുപാട് കുട്ടികളിലേക്ക് ബാധിച്ചിട്ടില്ലേ? അതിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു ഗ്ലോബൽ പോപ്പുലേഷനിൽ ഒരു 4% വരുന്നത് കേൾവിക്കുറവ്. ഓക്കെ, അതിൽ നല്ലൊരു ശതമാനം കുട്ടികളും ഉണ്ട്. നല്ലൊരു ശതമാനം എന്ന് ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയായിരിക്കും എന്നറിയില്ല, എന്നാലും കുട്ടികൾ ജന്മന ഇത് കണ്ടുവരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ അവയർനെസ് കൂടുതലാണ്. അത് നമുക്ക് ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൂടുതലാണ്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2 to 3 days ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഹിയറിംഗ് സ്ക്രീനിങ് ഉണ്ട്. ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രസവം കഴിഞ്ഞ് കുട്ടി ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ തന്നെ മാൻഡേറ്ററി ആയിട്ട് ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ നമുക്ക് അറിയാൻ പറ്റും കേൾവിക്കുറവ് ഉണ്ടോ ഇല്ലയോ. ഇനി അതിൻ്റെ അത് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ അതിന് സബ്സിക്വൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഫോളോ അപ്പ് ടെസ്റ്റുകൾ നമ്മൾ പറയും.
പണ്ടൊക്കെ അങ്ങനെ ഇപ്പം കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എവിടെ പോകണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഡോക്ടറിനെ കാണിക്കണം, അങ്ങനെ ഒരു അവയർനെസ് കുറവായിരുന്നു. ഇപ്പം കമ്പാരിറ്റീവ്ലി അവയർനെസ് നല്ല കൂടുതലാണ്. തെറപ്പിയും അതുപോലെ കുറേ കൂടെ ക്വാളിറ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി കുട്ടികളെ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ നമുക്ക് ഒരു മെയിൻ സ്ട്രീമിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പേരൻസിൻ്റെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട, പേരൻസിൻ്റെയാണ് സപ്പോർട്ട് വേണ്ടത്. ബാക്കിയെല്ലാം ഗൈഡ് ചെയ്യാനായിരിക്കും എപ്പോഴും ബാക്കി പ്രൊഫഷണൽസിന് പറ്റുക. ഇങ്ങനെ ചെയ്യുക, അത് ചെയ്യുക, അങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആ ഒരു കുട്ടിക്ക് സപ്പോർട്ട് വേണ്ടത് പേരൻസിൻ്റെയും തന്നെയാണ്. തീർച്ചയായും അവരാണ് കൂടുതൽ ടൈം മനസ്സിലാക്കുന്നത് കൂടെ ഉള്ളത്. ഇത് ശരിക്കും കുട്ടികൾ ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രവണത പറഞ്ഞാൽ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത് കുട്ടിക്ക് കേൾക്കുന്നില്ല എന്ന്. ശരിക്കും ഇതിന്റെ ചികിത്സ ആദ്യമേ തുടങ്ങുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമുക്ക് രണ്ട് രീതിയിൽ വരാം. അതായത് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ഒട്ടും കേൾവിയില്ലാതെ വരാം. ഇനി അതല്ല, ചില കുട്ടികൾക്ക് നോർമൽ സ്പീച്ച് ഡെവലപ്മെൻറ്റ്, നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സംസാരം എല്ലാം ഡെവലപ്പായി വരും. പക്ഷേ എന്നാലും ചില സമയത്ത് ഇവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ടീച്ചേഴ്സ് പറയാം. വീട്ടിൽ പേരൻസിനാണെങ്കിലും നോക്കുമ്പോൾ ഓക്കെ എന്തോ ചെറിയൊരു മൈൽ സ്റ്റോണിന് ഡിലേ ഉണ്ടെന്ന് ചില പേരൻസിന് തോന്നാം. അപ്പം ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് പ്യോർലി ഒരു 90% ഒട്ടും കേൾക്കാതില്ല, അവർ കുറേയൊക്കെ കേൾക്കാം, എന്നാലും കുറച്ചൊരു കേൾവിക്കുറവുണ്ട്, അങ്ങനെയും വരാം. അപ്പം ഏത് രീതിയിലാണെങ്കിലും ഏറ്റവും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രൈമറിലി ചെയ്യാനുള്ളത്. പിന്നെ അത് ഒരു വൺ സ്റ്റെപ്പ് സൊല്യൂഷൻ അല്ല. ഇപ്പം ഒരു കേൾവിക്കുറവുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾ, നമ്മൾ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തു, കേൾവിക്കുറവുണ്ട് കണ്ടുപിടിച്ചു, ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ തീരില്ല. അതിൻ്റെ കൂടെ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് ഒരു പകുതിയായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് റെഗുലർ ആയിട്ടുള്ള നമ്മൾ സ്പീച്ച് തെറപ്പി കൊടുക്കുക തന്നെ വേണം, റെഗുലർ ആയിട്ട് തന്നെ വേണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ കുട്ടി ഏറ്റവും വേഗം ആ മൈൽ സ്റ്റോൺസ് ക്ലിയറായി ഒരു നോർമൽ എന്താ പറയുക കുട്ടികളുടെ ആ ഒരു ലെവലിലോട്ട് കയറി വരും. ഇപ്പോൾ പഠിക്കാനാണെങ്കിലും മുന്നേയൊക്കെ നമുക്ക് സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കുറവുള്ള കുട്ടികളെ തന്നെ നമുക്ക് തെറപ്പി കൊടുത്ത്, അതുപോലെ റെഗുലറായിട്ട് തെറപ്പി കൊടുത്ത് കൊണ്ടുവന്ന കുട്ടികളെ നമുക്ക് ഏറ്റവും വേഗം തന്നെ നോർമൽ സ്കൂളിൽ ചേർക്കാൻ പറ്റും. അപ്പം ആ ഒരു ലെവലോട്ട് വരെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ കേൾവിക്കുറവ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ജന്മനായുള്ള തീരെ കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടോ? മാറ്റിയെടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊരു ജന്മന ഒട്ടും കേൾവിയില്ലാത്ത ഒരു കുട്ടിയാണ്. അതിന് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ ചെവിയുടെ എന്തെങ്കിലും ഡിഫോമിറ്റി ആയിരിക്കാം, അല്ല ചെവിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാകാം, ചിലർക്ക് ഓഡിറ്ററി നെർവ് ഉണ്ടാവില്ല. അപ്പം സ്കാൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. ആ പ്രശ്നം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് ആണ്. അതിലൊരു സൊല്യൂഷനാണ് ഹിയറിംഗ് എയ്ഡ്സ്. അടുത്തത് ചിലർ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യും. ഇത് രണ്ടും കഴിഞ്ഞാലും തീർന്നില്ല. ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീമിലോട്ട് വരണമെങ്കിൽ നമ്മൾ അതുപോലെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ തെറപ്പി, സ്പീച്ച് തെറപ്പി, ഓക്യുപേഷണൽ തെറപ്പി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ബാക്കി അലൈഡ് ആയിട്ടുള്ള ഫീൽഡുകൾ നമ്മൾ ആ തെറപ്പി റെഗുലറായിട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും വേഗം അവർ ആ ഒരു നോർമൽ ലാംഗ്വേജ് സ്പീച്ച് ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ആ കണ്ടുപിടിക്കുന്ന ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്രയും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും അത്രയും നല്ലതാണ്. ഓക്കെ. ഇത് വൈകും തോടും നമുക്ക് കാരണം നമ്മുടെ ഇപ്പം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പുറത്തൊരു രാജ്യത്ത് പോയി, ഫോർ എക്സാമ്പിൾ ജർമ്മനി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റും, പക്ഷേ ഒരുപാട് സമയമെടുക്കും. അതുപോലെ ജർമ്മൻസ് ഈ അവരുടെ ഭാഷ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതേസമയം ഒരു കുട്ടിയാണെങ്കിൽ, അതിപ്പോൾ കേരളത്തിൽ ജനിച്ച കുട്ടിയായിക്കോട്ടെ, 1 വയസ്സ് വരെ ഇവിടെ നിന്നു, പക്ഷെ അത് കഴിഞ്ഞ് ജർമ്മനിക്ക് പോയി കഴിഞ്ഞാൽ ആ കൊച്ച് ജർമ്മൻ പഠിക്കുന്നത് അവർ സംസാരിക്കുന്ന പോലെ അതേ ഫ്ലുവൻസിയിൽ സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലെ നമ്മുടെ ബ്രെയിൻ നമുക്ക് കുറേ കൂടി മാലിയബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഏറ്റവും മനസ്സിലാക്കാനുള്ളത് ഈ ഭാഷ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ലാംഗ്വേജ് അതുപോലെ ഡെവലപ്പായി വരും. അത് കേൾവിക്കുറവുണ്ടെങ്കിലും ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും. ഇപ്പോൾ ഈ നമ്മൾ ഈ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കുന്നത്, അനാവശ്യമായിട്ട് ബഡ്സ് ചുവട്ടിലിടുന്നത്, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നില്ലേ? ഡെഫിനറ്റ്ലി ബാധിക്കാം. ഇനിയിപ്പോൾ മുന്നോട്ട് ഇപ്പോഴാണ് ഹെഡ്ഫോൺസ് നമുക്ക് ഇത്രയും ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാർ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലായി. അതെ. അപ്പം നമ്മൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വഴിയിൽ ആൾക്കാർ തന്നെത്താൻ സംസാരിച്ച് നടന്നു പോകുന്നതാണ്. ഹെഡ്ഫോൺസ് ചെവിയിലുണ്ട്, പക്ഷെ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് ചെറുതാണ്. ഓക്കെ. അപ്പം അതിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് ബുദ്ധിമുട്ടില്ല, പക്ഷേ അതിൻ്റെ അത് അവർ ഉപയോഗിക്കുന്ന വോളിയമാണ് പ്രശ്നക്കാരൻ വരുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൽ വോളിയം കൂട്ടി വെക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഫോൺ തന്നെ ഒരു വാർണിംഗ് തരും. ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കേൾവിയെ ബാധിക്കാം. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാൻഡേറ്റ് കൊടുത്തേക്കുന്നതാണ്. ആ ഒരു വാർണിംഗ് മെസ്സേജ് എപ്പോഴും പോകണം എന്നുള്ളത്. അപ്പം അതിനും നോയ്സ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ ചെവിയുടെ അടുത്ത് വെച്ച് കേൾക്കുന്നതുകൊണ്ട് തന്നെ
അത് നമ്മുടെ ചെവിയെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ടാണ് കേൾക്കുന്നത്. നമ്മളൊരു ലെഷറായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും ലോങ് ടൈമിൽ അത് കേൾവിയെ ബാധിക്കാൻ ചാൻസസ് കൂടുതലാണ്, അമിതമായ വോളിയം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് സാറ് പറഞ്ഞ പോലെ ഈ ഹെഡ്ഫോൺസ് ബഡ്സ്, ഇയർബഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇയർബഡ്സ് നോർമലി ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമൽ ചെവിയുടെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെവിയുടെ ഒരു അനാറ്റമിയാണ്. അപ്പോൾ നമ്മൾ ഇത് ചെവി, നമ്മൾ ഇയർബഡ്സ് ഇവിടെയാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്സ് ഫോർമേഷൻ ഉണ്ടാവും ഈ സ്കിന്നിൽ, അത് നോർമലി ഉണ്ടാവുന്നത് തന്നെയാണ്. അത് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയർബഡ്സ് ഇടുന്നത്, റൈറ്റ്? അപ്പം ഇവിടെ ഇതിനകത്ത് ഇവിടെ ഒരു കർണപടമുണ്ട്, ഈ കാണുന്ന ഒരു ഭാഗം. അപ്പോൾ ഇയർബഡ്സ് നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് ഇടുവാണ്. ഇവിടെ നിന്ന് ഞാൻ ഇട്ട് ഒരുപാട് ഉള്ളിൽ ചെന്ന് ഇതിൽ തട്ടുകയാണെങ്കിൽ ഇത് പൊട്ടാൻ ചാൻസസ് ഉണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാലും കേൾവി കുറവ് വരാം. അപ്പം ഇയർബഡ്സ് ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ഇയർബഡ്സ് നമുക്ക് യൂസ് ചെയ്യാം ഈ എൻട്രൻസ്, ഇയർ കനാലിൻ്റെ എൻട്രൻസും ഇവിടെ ഈ പിന്നയുടെ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഇടുമ്പോൾ നല്ല സുഖമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഉള്ളിലേക്ക് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ബ്ലഡ് കാണാൻ പറ്റും. അത് ഈ കർണപടത്തിൽ തട്ടിയിട്ടുണ്ടാവും. ഇതൊരു തിൻ സ്കിന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെംബ്രെയിനാണ്. സൗണ്ട് വരുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കേൾവിക്കുറവ് വരും. അത് പിന്നെ ഇൻഫെക്ഷൻ ആകാം, പിന്നെ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും അത് റീകൺസ്ട്രക്ട് ചെയ്ത് വെക്കാൻ, ഡിപ്പെൻസ്. അപ്പം ബഡ്സ് യൂസ് ചെയ്യാം, പക്ഷേ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാം. മാക്സിമം ഈ പറഞ്ഞ ഇയർ കനാലിൻ്റെ എൻട്രൻസും പിന്നെ ഈ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറമെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ ഈ പലതരത്തിലുള്ള നാട്ടു ചികിത്സകൾ ഈ എണ്ണകളൊക്കെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിൽ ബാധിക്കുന്നുണ്ടല്ലേ? ഡെഫിനറ്റ്ലി. നമ്മൾ അതൊന്നും ഐഡിയലി ചെയ്യാൻ പാടില്ല. ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് അതിനൊന്നും നമുക്ക് റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ്. ഓക്കെ. ഒരു ഒറ്റ ഡൗട്ട്, ഈ കർണപടത്തിനോട് ചേർന്ന് അതിൻ്റെ അകത്ത് കാണുന്നത് എന്താണ്? പിന്നെ അവിടെ ഒരു ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ബാധിക്കുന്നത് എങ്ങോട്ടായിരിക്കും? ഇത് കഴിഞ്ഞാൽ ഈ കർണപടം കഴിഞ്ഞാൽ നമ്മുടെ അതിനുള്ള മിഡിൽ ഇയറിൻ്റെ ഭാഗം, ഈ ചെവി ബേസിക്കലി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ തൊട്ട് ഈ കർണപടം വരെ നമുക്ക് ഔട്ടർ ഇയർ നമുക്ക് എപ്പോഴും അക്സസിബിൾ ആണ്, അത് പുറത്തുനിന്ന്. കർണപടം തൊട്ട് ഈ ചെറിയ 3 എല്ലുകൾ വരുന്നുണ്ട്, അതിൻ്റെ എൻഡ് വരെ നമുക്ക് മിഡിൽ ഇയർ എന്ന് പറയും. അവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയ 3 എല്ലുകൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഈ കർണപടത്തിൻ്റെ ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് അത് 3 എല്ലുകളാണ് വരുന്നത്. അത് ഏറ്റവും ചെറിയ 3 എല്ലുകളാണ്. അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ കോയിനിൽ 3 എണ്ണം കൂടെ എടുത്ത് വെക്കാൻ പറ്റും. അത്ര സൈസേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ ചിലപ്പം തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ ചിലപ്പം ഈ എല്ലുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടലൊക്കെ വരാം. ഓക്കെ. ചിലപ്പോൾ നല്ല ഒരുപാട് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാലും ഈ കർണപടം കഴിഞ്ഞ് ഇത് ഈ എല്ലുകളിലോട്ടും പടരാം. ഓക്കെ. അപ്പം അടി കൊള്ളുമ്പോൾ കൂടുതലും കർണപടത്തിന് പൊട്ടൽ വരാം, ഈ എല്ലുകൾക്കും പൊട്ടൽ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴും കേൾവിക്കുറവ് വരും. പക്ഷെ അതൊരു പരിധി വരെ ട്രീറ്റബിൾ ആണ്. ചിലപ്പം ചെറുതൊക്കെ ആണെങ്കിലും മരുന്നുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരുപാട് നാളായി അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആ പൊട്ടൽ വന്നേക്കുന്ന വലുതാണെങ്കിൽ നമുക്ക് ചെറിയ മൈനർ സർജറീസ് ചെയ്താണ് കറക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി കർണപടവും ആ ഒരു മിഡിൽ ഇയറും പ്രശ്നങ്ങൾ വരുമ്പോൾ വരുന്നത്. അത് നമുക്കൊരു പരിധി വരെ മെഡിസിൻസ് അല്ലെങ്കിൽ സർജറി കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് ചെവിയുടെ ഉള്ളിലിരിക്കുന്നതാണ് കോക്ലിയ. അത് ഇന്നർ ഇയർ എന്ന് പറയും. അപ്പം അതിന് ബേസിക്കലി 2 ഭാഗമാണ് വരുന്നത്. ഒന്ന് ഈ നമ്മുടെ ഒരു ഒച്ചിൻ്റെ ഷെല്ലിൻ്റെ ഷേപ്പിലിരിക്കുന്ന കോക്ലിയ എന്ന് പറയും, കോക്ലിയർ ഇംപ്ലാന്റ് കേട്ടിട്ടില്ലേ. പിന്നെ 3 സെമി സർക്കുലർ കനാൽസ് ആണ് വരുന്നത്. അപ്പം ഈ സെമി സർക്കുലർ കനാൽസ് ആണ് ചെവിയുടെ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ 3 എണ്ണമാണ് നമ്മുടെ ബാലൻസ് പോകുന്നതൊക്കെ പറയുന്നത്. ഇയർ ബാലൻസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഫിൽഡ് മീഡിയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡിന് എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴായിരിക്കാം ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ടാവും നമുക്ക് തലയിറക്കം വരുന്നത്, അങ്ങനെ വരുന്നത്. ഇത് കേൾവിയെ, കോക്ലിയാണ് കേൾവിയെ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ജന്മന അല്ലെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കേൾവിക്കുറവുള്ളവർക്ക് ചിലപ്പം ഈ പറയുന്ന കോക്ലിയയിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഓഡിറ്ററി നെർവിലായിരിക്കും, അല്ലെങ്കിൽ പോകുന്ന ബ്രെയിൻ വരെയുള്ള ഏതെങ്കിലും ഒരു പാത്വേയിൽ എവിടെയെങ്കിലും ആയിരിക്കും അവർക്കൊരു പ്രശ്നം വരിക. എവിടെ വേണമെങ്കിലും ആകാം. അപ്പം അതൊരു സ്കാൻ ചെയ്താലാണ് പ്രോപ്പർലി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശരി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ഇയർ ബാലൻസ് പോകാന്നൊക്കെ പറയില്ലേ, ഈ ഉറക്കക്കുറവൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടോ? ഉറക്കക്കുറവ് കൊണ്ട് നമുക്കൊരു ജനറൽ ക്ഷീണം ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും എന്നുള്ളതല്ലാതെ അത് ചെവിയെ അങ്ങനെ അല്ല കേൾവിയെ ആസ് സച്ച് അങ്ങനെ ബാധിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഈ അടിയൊക്കെ കൊള്ളുമ്പോൾ പ്രശ്നം വരുന്നതൊക്കെ അവിടെയാണ്, എല്ലുകൾക്കാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി?
ഇപ്പോൾ ബേസിക്കലി ഒരാൾ നമുക്കിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു കേൾവിക്കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ ചെയ്യേണ്ടത് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി? അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രശ്നം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ചിലവർക്ക് കേൾവിക്കുറവായിരിക്കും പ്രശ്നം വരുന്നത്, പൊതുവെ പ്രായമായവരിലാണ് വരിക. ഇനി ചിലവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊരു ആക്സിഡൻ്റ് ആയിരുന്നു, തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യം അവർ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോഴത്തേനും അവർ പറയും ലീഷൻ ഇവിടെയാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്നൊക്കെയാണ് പ്രശ്നം എന്ന് പറയും. അപ്പോൾ അത് കേൾവിയെ സംബന്ധിക്കുന്നതാണെങ്കിൽ ഓഡിയോളജിന് അടുത്തോട്ട് വരും, അല്ല കേൾവിക്കുറവിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ ഓഡിയോളജിന് അടുത്ത് വരും. നമ്മളതിന് വേണ്ട ഇപ്പം ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട കേസസ് ആണെങ്കിൽ അത്, ഇനി അതല്ല ഹിയറിംഗ് എയ്ഡ് വെക്കാൻ പറ്റില്ല, മരുന്ന് കൊണ്ട് തീർക്കേണ്ടതാണെങ്കിൽ അത് നമ്മൾ തിരിച്ച് ENT ഡോക്ടറെ അടുത്തോട്ട് നമ്മൾ അത് റെഫർ ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയും വരാം, ഡിപ്പെൻസ് ലീഷൻ അല്ലെങ്കിൽ പ്രശ്നം എവിടെയാണോ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഓക്കെ. ഇപ്പോൾ നമുക്കിപ്പോൾ പേഷ്യൻസ് ഇതിലേക്ക് പുറത്ത് പറയാൻ മടിയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇത് നമ്മൾ ഓപ്പണായിട്ട് പറയണം. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു വിഷയം വന്നാൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ നിന്ന് കിട്ടുന്ന അടിയായിരിക്കാം ചിലപ്പോൾ ഇതുണ്ടാവുന്നത്. ഇവർ ചിലപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഏതൊരു കാലത്ത് ഇവർ സെപ്പറേറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും ട്രീറ്റ്മെന്റിന് പോകാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ആ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? കേൾവിക്കുറവ് ഞാൻ പറഞ്ഞില്ല, ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ വരാം. അത് എപ്പോൾ വന്നാലും ഏറ്റവും വേഗം തന്നെ അതിനുള്ള ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ്. വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ ഒരു ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ വന്നു, അതായത് പണ്ട് ഇപ്പോഴത്തെ ഒരു 60-70s ഏജിൽ വരുന്നവർ, നമ്മൾ ഹിസ്റ്ററി എടുക്കാൻ പറയാം, അവർ പണ്ട് ഒരുപാട് കുളത്തിൽ ചാടി കുളിക്കുമായിരുന്നു. അപ്പം ചെവിയിൽ പറഞ്ഞ വെള്ളം കയറാം, മേ ബി എന്തുകൊണ്ടാണെങ്കിലും അവർക്ക് അന്ന് അത് കുഞ്ഞിൽ അവർക്ക് ചെറിയ ഇൻഫെക്ഷൻസ് വരുമായിരുന്നു, വലിയ കുഴപ്പമില്ല, അങ്ങ് പോയി. ഇപ്പോൾ ഒരു 60-70 ആ ഒരു ഏജിലായി. പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് കാണിക്കും. ആ ഇൻഫെക്ഷൻ നിന്നിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും അതിൻ്റെ അത് കാണിക്കും. ഒരു മിക്സഡ് ഹിയറിംഗ് ലോസ് ആയിരിക്കും നമുക്ക് മിക്കവാറും ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അന്ന് അവർ ഒരു കാര്യമാക്കിയിട്ടുണ്ടാവില്ല, വന്ന് അന്നത്തെ മേ ബി അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാകാം. അങ്ങനെ അന്ന് നല്ലൊരു ചികിത്സ തേടിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കേൾവിക്കുറവിന് ഇത്ര ഒരു എഫക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അല്ല, കേൾവിക്കുറവ് ഉണ്ടാകും, പക്ഷേ ഇത്രയ്ക്ക് ഒരു എന്താ പറയുക ഹൈ ആയിട്ട് വരില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഈ ഒരു ഇൻഫെക്ഷൻ കമ്പോണൻറ്റ് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഏറ്റവും വേഗം തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ ഒരു ENT ഡോക്ടറെ അടുത്ത് പോകാം, അല്ലെങ്കിൽ ഓഡിയോളജിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പം അത് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മളത് എന്തുമാത്രം അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരും കാണാതെ ഒളിച്ചു വെക്കുന്നു, അത് പിന്നെയും സമയം കൂടുന്നതോടെ അത് പ്രശ്നമായിക്കൊണ്ടിരിക്കും. അതെ, വേഴ്സ് ആവും. ഇപ്പം ഈ കാഴ്ച മങ്ങി തീരെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അതേപോലെ തന്നെ ചെവി അങ്ങനെ ഉണ്ടോ? പ്രായമായവരിൽ വരുന്ന കേൾവിക്കുറവെന്ന്, അല്ല പ്രായം കൊണ്ടുവരുന്ന കേൾവിക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് പറയുന്നത്. ഞരമ്പ് വീക്കാവുന്നു, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതൊരിക്കലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ് നോർമലി സമയം കൂടുന്തോറും കേൾവിക്കുറവും പതിയെ കൂടി വരും. അതിപ്പം ഒരാഴ്ച 2 ആഴ്ച കൊണ്ടല്ല, ഇറ്റ് മൈ ടേക്സ് ഇയേഴ്സ്. ഓക്കെ. പിന്നെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് നോയ്സുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കുറച്ചും കൂടി കൂടും. കേൾവിക്കുറവ് കൂടുന്നതിൻ്റെ സ്പീഡ് കുറച്ചും കൂടി കൂടാം. ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും വരാം. അപ്പം വൺസ് സെൻസറി ന്യൂറൽ ലോസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് സ്ലോലി കീപ്സ് പ്രോഗ്രസിങ്. കേൾവിക്കുറവ് കൂടി വരും. അപ്പം അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു എമർജൻസി അല്ല. എമർജൻസി അല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഇത് നീട്ടി വെക്കും. ഇന്നിപ്പോൾ പോകാൻ പറ്റില്ല, പിന്നെ നീക്കി വെക്കും, ഒന്നുമില്ല. അതൊരു മാനേജബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാൻ ഇല്ല, അങ്ങനെ അങ്ങ് പോകും. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേനും ഇത് വീട്ടിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി തുടങ്ങും. ഇപ്പം കേൾവിക്കുറവുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല അത് ബാധിക്കുന്നത്, വീട്ടിലുള്ള എല്ലാവരെയും, പുള്ളിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാവരെയും അത് ബാധിക്കും. ഇപ്പം എനിക്ക് കേൾവിക്കുറവുണ്ട്, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ TV-യുടെ വോളിയം ഞാൻ നല്ല ഹൈ ആയിട്ട് വെക്കും. അതേസമയം ബാക്കിയുള്ളവർക്ക് വോളിയം കുറവ് മതി. എന്നും ഇതൊരു പ്രശ്നമാവും. ഇപ്പം എനിക്ക് കേൾവിക്കുറവുണ്ട്, അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ അമ്മ അടുത്ത് വന്നിട്ട് പറയണം. വേറൊരു മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വരും. നമ്മൾ പറയുന്ന ഒരെണ്ണമായിരിക്കും, നമ്മൾ കേൾക്കുന്ന വേറെ ഒരെണ്ണമായിരിക്കാം. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. ഇടയ്ക്ക് വല്ലപ്പോഴും ആണെങ്കിൽ ഇത് ഓക്കെയാണ്. ഡെയിലി ഫുൾ ടൈം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെയും പ്രശ്നങ്ങൾ വരാം. ഇനി വേണ്ട, ഞാനൊരു സോഷ്യൽ ഫംഗ്ഷന് പോയി, ഒരു കല്യാണത്തിന് പോയി, എൻ്റെ പഴയ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഒരു ഗ്രൂപ്പായിട്ടൊന്ന് സംസാരിക്കുമ്പം ഇവർ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം, പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എനിക്ക് ഇത് കേൾവിക്കുറവുണ്ടെന്ന് പറയാനുള്ളൊരു മടിയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും,
തലയാട്ടും മനസ്സിലായി എന്ന് പറഞ്ഞ് തലയാട്ടി കാണിക്കും. പക്ഷേ ആക്ച്വലി എനിക്കതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്കത് പുറത്ത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെ പറഞ്ഞാലും കേൾവിക്കുറവ് ഒരു കുറവ് തന്നെയാണ് ഇന്നും ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ അതിന് സൊല്യൂഷൻ തേടുന്നതും ഏകദേശം നല്ലൊരു ടൈം, അല്ല കേൾവിക്കുറവ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇവരതിനൊരു സൊല്യൂഷൻ തേടി ഇറങ്ങുന്നത്, അല്ല ഒരു ഹിയറിംഗ് എയ്ഡിന് വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം അതിന് എടുത്തു പറയാനുള്ളത്, ഏറ്റവും നേരത്തെ കേൾവിക്കുറവുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും നേരത്തെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഹിയറിംഗ് എയ്ഡ് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കേൾവിക്കുറവ് അല്ല കേൾവിക്കുറവ് കൂടുന്നതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. കൂടും, പക്ഷേ എൻ്റെ സ്പീഡ് നമുക്ക് കുറച്ചൊന്ന് ഡിലേ ചെയ്യാൻ പറ്റും. മാത്രമല്ല കേൾവിക്കുറവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ട് ഇനഫ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എത്തുന്നില്ല. അപ്പം അതുകൊണ്ടും ബ്രെയിൻ സെൽസിന് കുറച്ച് ചേഞ്ചസ് വരാം ഡെഫിനറ്റ്ലി. അപ്പം അത് കുറേ നാൾ ലോങ് സ്റ്റാൻഡിങ് ആണെങ്കിൽ പെർമനൻറ്റ് ചേഞ്ചസ് ആകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാരിറ്റി, നമ്മൾ ഏത് സ്റ്റേജിലാണോ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് ആ ഒരു ക്ലാരിറ്റി നമുക്ക് പിന്നെ മുന്നോട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എത്രയും നേരത്തെ അറിഞ്ഞ് ചികിത്സ തുടങ്ങണം, വേണം. ഇത് എമർജൻസി അല്ലാതെ ആരും ഇത് ശ്രദ്ധിക്കില്ല, അപ്പോട്ടെ എന്നങ്ങ് വെച്ചേക്കും. ഇപ്പം നോർമൽ ഒരാൾക്ക് എങ്ങനെയാണ് അവരറിയുന്നത് കേൾവി കുറഞ്ഞു തുടങ്ങിയെന്ന്? ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ലല്ലോ, ഒരു സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത്. നമുക്കത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. നമുക്ക് കേൾവിക്കുറവ് നമ്മുടെ ലൈഫിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വരാം. എന്നാലും പൊതുവെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു 55 വയസ്സിന് മുകളിലോട്ട് പ്രായമാവുന്നവരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിന് മുന്നേ ഇത് വരാം. ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ ഏത് സ്റ്റേജിലാണെങ്കിലും ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയണമെങ്കിൽ ഒന്ന് മൊബൈൽ ഫോൺ, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വോളിയം, ചിലർ നമുക്ക് കാണാം ചെവിയിൽ പിടിക്കില്ല, സ്പീക്കർ ഇട്ട് ഇങ്ങനെ വെച്ച് സംസാരിക്കും. നോർമലി ആൾക്കാരങ്ങനെ ചെയ്യുന്നപ്പോഴേക്കും നല്ലൊരു ബഹളത്തിനിടയ്ക്കായിരിക്കും. പക്ഷേ എപ്പോഴും ഫോൺ സ്പീക്കറിലിട്ട് ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നത് കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആകാം. വീട്ടിൽ TV യൂസ് ചെയ്യുന്നത് ഒരുപാട് ഉച്ചത്തിലാണ് കേൾക്കുന്നതെങ്കിലും നമുക്ക് കേൾവിക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ്. ഒരു ഗ്രൂപ്പ് കോൺവെർസേഷൻ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, ഒരു ഗ്രൂപ്പ് കോൺവെർസേഷനിൽ പറയുന്നത് വ്യക്തമാവുന്നില്ല, കേൾക്കുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നുക, ഇതും കേൾവിക്കുറവിൻ്റെ ഒരു ലക്ഷണമാകാം. അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും എളുപ്പം പേരൻസും സ്കൂളിലെ ടീച്ചേഴ്സിനാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. കുട്ടി ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ എല്ലാത്തിനും മാർക്ക് കുറവ്. ഇപ്പോൾ ടീച്ചറിനോട് ചെയ്യാൻ ടീച്ചർ പറയാൻ ശ്രദ്ധ അല്പം കുറവാണ്. പിന്നെ ടീച്ചർ ഒരുപാട് ചിലപ്പോൾ ദൂരെ നിന്നായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പം നടന്നായിരിക്കും സംസാരിക്കുന്നത്. അപ്പം കുട്ടിക്ക് കേൾവിക്കുറവുണ്ടെങ്കിലും മനസ്സിലാക്കി എടുക്കാനും ബുദ്ധിമുട്ട് വരും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ. ഒരു ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണ്? ഇയർബഡ്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയർബഡ്സ് കെയർഫുള്ളി യൂസ് ചെയ്യുക. ചെവിയുടെ ഈ കനാലിൻ്റെ എൻട്രൻസും അതുപോലെ ചെവിയുടെ പുറമെ പിന്നയുടെ കുറച്ച് പാർട്സും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ വണ്ടിയുടെ താക്കോൽ ഇതൊന്നും ചെവിയുടെ ഉള്ളിലോട്ട് ഇടാതിരിക്കുക. ഈ തൂവൽ പ്രയോഗങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല, കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് കേൾവിക്കുറവ് വരാൻ ചാൻസ്. പക്ഷേ താക്കോൽ, പിന്നൊക്കെ ആണെങ്കിൽ പേന, ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അതെടുത്ത് ഇടുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. ഇനി ചെവിയിൽ ഒരുപാട് വാക്സ് ഫോം ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ENT ഡോക്ടറെ അടുത്ത് പോയിട്ട് തന്നെ വാക്സ് ക്ലീൻ ചെയ്യുക റെഗുലറായിട്ട്. ഹെഡ്ഫോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്യുന്ന വോളിയം എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തുക. ലെസ് ദാൻ ഒരു 60% താഴെ തന്നെ വോളിയം എപ്പോഴും നിർത്തുക. പിന്നെ പ്രായമായി കഴിഞ്ഞാൽ ജനറ്റിക് അനുസരിച്ചായിരിക്കും, അല്ല വേറെ ഫാക്ടേഴ്സ് ചേർന്നിട്ടായിരിക്കാം കേൾവിക്കുറവ് വരാനുള്ള ചാൻസസ് ഉണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും അവെയർ ആയിട്ടിരിക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കേൾവിക്കുറവുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹെൽപ്പ് എപ്പോഴും അല്ലെങ്കിൽ സപ്പോർട്ട് എപ്പോഴും എടുക്കുക. അതിനൊരു മടിയും വിചാരിക്കരുത്. ഓക്കെ. ഈ മേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ക്ലിനിക്കുകളൊക്കെ ഇപ്പം ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതെ. ഇതിൽ ഏതാണ് യഥാർത്ഥ ചികിത്സ കിട്ടുന്നത്, ഏതാണ് ഒറിജിനൽ? കാരണം ഇപ്പം എന്തുണ്ടെങ്കിലും അതിനൊരു ഫേക്ക് ഉണ്ട്. ഏത് മേഖലയാണെങ്കിലും നമുക്ക് ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല, എന്തുണ്ടെങ്കിലും അതിനൊരു ഫേക്ക് ഉണ്ട്. അപ്പം ഇത്ര അധികം ഓരോ ദിവസവും ഓരോ സ്ഥാപനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഒരു കോമ്പറ്റീഷനുള്ള മേഖലയാണ്. 14 ബ്രാഞ്ചുകളോട് കൂടിയിട്ട് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ 14 ബ്രാഞ്ചിൽ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ ആൾക്കാരുടെ അത്രയും വിശ്വസ്തത നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കുറവുള്ള ഒരാളെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ RCI റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള RCI സർട്ടിഫിക്കേഷനുള്ള ഒരു ഓഡിയോളജിസ്റ്റ് തന്നെ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ വരുന്നത്. അതായത് മിനിമം ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി കഴിഞ്ഞ ഒരാളാണ് ഇവരെ ചികിത്സിക്കേണ്ടത്. അതല്ലാതെ കുറച്ച് ആൾക്കാരുണ്ട്, പണ്ട് മുതലേ ഉണ്ടായിരുന്നവർ, ഇതൊന്നും ഇല്ലാതെ ഇരിക്കുന്നവരുണ്ട്. അവരെ ആക്ച്വലി ദേ ആർ നോട്ട് സപ്പോസ് ടു ഡു ദീസ് തിങ്സ്.
ഓഡിയോളജി കോഴ്സ് പാസ്സായാൽ മാത്രം പോരാ, RCAയിൽ റെക്കഗ്നൈസ്ഡും കൂടെ ആകണം. നമ്മൾ അവരുടെ സർട്ടിഫിക്കേഷനിൽ അവരുടെ ഇതും കൂടെ എടുക്കണം. RCA നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ഓക്കെ. അങ്ങനെയുള്ളവർക്കാണ് ആക്റ്റീവ്ലി പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളത്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ. ലൈസൻസ് വേണം നിർബന്ധമായിട്ടും. അപ്പം ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ടെസ്റ്റിൽ ഐഡിയലി അവരുടെ പേര്, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ വേണം, അവരുടെ സീലും വെക്കണം. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഡേറ്റ് എഴുതണം. അതിന് കുറേ കേസ് ഹിസ്റ്ററി, ഇപ്പോൾ ഒരു കേൾവിക്കുറവുള്ള ഒരു വ്യക്തി വരികയാണെങ്കിൽ അവരുടെ കേസ് ഹിസ്റ്ററി ഫോം ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അവരുടെ ഹിസ്റ്ററീസ് നമ്മളെടുക്കും. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ടെസ്റ്റ് നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, ഇപ്പം ഏത് ടൈപ്പ് ഓഫ് കേൾവിക്കുറവാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കേൾവിക്കുറവുണ്ട് എന്ന് തന്നെയാണ് ടെസ്റ്റ് റിസൾട്ട് എങ്കിൽ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലവരിൽ നമ്മൾ ചിലപ്പോൾ ENT ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് തിരിച്ച് റെഫർ ചെയ്യാം. മിക്കവർക്കും നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. ചിലവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആയിരിക്കും ഓപ്ഷനായിട്ട് വരുന്നത്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും ഒരു യൂസും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ഉള്ള ഓപ്ഷനാണ് കോക്ലിയർ ഇംപ്ലാന്റ്. അപ്പം ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ഞാൻ പറയാം ടെസ്റ്റ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതും ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് വരുന്നത്. ഇനി ഹിയറിംഗ് എയ്ഡ് വേണ്ട ഒരാളാണെങ്കിൽ there are different types of hearing aids. ഒരുപാട് കമ്പനികളും ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പാണ് അവർക്ക് ഏറ്റവും നല്ലത്? നമ്മൾ ഇപ്പം ഒരുപാട് സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ബേസ് മോഡൽ ഹിയറിംഗ് എയ്ഡിന് പോകാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഹിയറിംഗ് എയ്ഡിന് ഡിഫറെൻറ്റ് പ്രൈസിൻ്റെ ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എനിക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് മതി എന്നാണ്. പക്ഷേ അവർ കോംപ്രമൈസ് ചെയ്യുന്ന അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ. അപ്പം ഒരു നല്ലൊരു ഹിയറിംഗ് എയ്ഡ് തിരഞ്ഞെടുക്കുക. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടാവുക, നമ്മുടെ യൂസ് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഒരുപാട് ബഹളമുള്ള സ്ഥലങ്ങളിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആക്റ്റീവായിട്ട് സോഷ്യലി നിൽക്കുന്നവരാണോ, മീറ്റിംഗ്സ് ഒരുപാട് അറ്റൻഡ് ചെയ്യുന്നവർ. അപ്പോൾ അതിന് ഓരോന്നിനെയും ബേസ് ചെയ്തിട്ട് നല്ലൊരു മോഡൽ ഹിയറിംഗ് എയ്ഡ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് നോക്കുക. ഹിയറിംഗ് എയ്ഡ് വെച്ച് നമുക്ക് ട്രയൽ എടുക്കാൻ പറ്റും. ട്രയൽ എടുത്തതിന് ഇത് ഇവിടം വരെ ഓക്കെയാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഒരു പേഷ്യൻ്റ് ഹിയറിംഗ് എയ്ഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഈ ഹിയറിംഗ് എയ്ഡ് റെഗുലറായിട്ട് പ്രോഗ്രാമിംഗ് വേണം, റെഗുലറായിട്ട് കെയർ ആൻഡ് മെയിൻ്റനൻസ് വേണം. കാരണം നമ്മൾ ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പം ഇത് കമ്പനിയുടെ സർവീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒരു ഓഡിയോളജിസ്റ്റ് ഉള്ള ഒരു ക്ലിനിക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈൻ ട്യൂണിങ്സ് ആണ്. അപ്പം ചിലപ്പം നമ്മൾ ഒരു ഹിയറിംഗ് എയ്ഡ് നമ്മൾ ഏകദേശം ഒരു മാസമെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ അതിൻ്റെ അകത്തെ സെറ്റിങ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സെറ്റിംഗ് നമ്മൾ എന്തുമാത്രം ചെയ്യണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തി പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചേഞ്ചസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുമാത്രം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു അതാണ് അതിൻ്റെ സക്സസ് വരുന്നത്. അപ്പം അത് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എവറി 3 months എല്ലാ 3 മാസം കൂടുമ്പോഴും ഓഡിയോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുക, അവരൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക, പോയി ജസ്റ്റ് ഹിയറിംഗ് എയ്ഡ്സ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും ഒരു ഓഡിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കും നോക്കാൻ പറ്റും ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് പ്രോപ്പർ ആണോ, അല്ലെങ്കിൽ പേഷ്യൻസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക, അങ്ങനത്തെ എല്ലാം നോക്കാൻ പറ്റും. അതിനുശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ സർവീസ് പാർട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇപ്പം ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നെയാണ്. നമ്മൾ ചിലപ്പം ഒരു മൊബൈൽ ഫോൺ പോലെ തന്നെ പെട്ടെന്ന് താഴെ വീഴാം, മിസ്പ്ലേസ് ആകാം, അല്ലെങ്കിൽ നിലത്ത് കിടന്ന്, കുട്ടികളുള്ള വീടാണെങ്കിൽ ചിലപ്പോൾ കുട്ടികളെടുത്ത് കളിക്കാൻ നിലത്ത് കിടന്ന് ചിലപ്പോൾ ചവിട്ടി പൊട്ടിക്കാം. ഏറ്റവും വേഴ്സ്റ്റ് കേസ് ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പട്ടി എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ലിറ്ററലി അത് നമുക്ക് എന്താണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, പട്ടിയെ കടിച്ച് മുഴുവൻ നശിപ്പിച്ച് വെച്ചേക്കുന്നു. അപ്പം എന്താണെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. അറ്റ് ദി വേഴ്സ്റ്റ് സിനാരിയോ ചിലപ്പോൾ മിസ്സായി പോവാം, ഹിയറിംഗ് എയ്ഡ് കളഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വരുമ്പോഴും വി ക്യാൻ റീപ്ലേസ് ഇറ്റ്. നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റും എപ്പോഴും. പക്ഷേ ഒരിക്കൽ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഇതാണ് നമുക്കൊരു ക്ലിനിക്ക് എന്നതല്ല, നമ്മുടെ ആ സർവീസ് എപ്പോഴും നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഈ ചവിട്ടിൽ വെക്കുന്ന അതിനെന്തായാലും പറയുന്നൊരു CIC കസ്റ്റം ഹിയറിംഗ് എയ്ഡ്സ് ആണ് വരുന്നത്. അത് നമ്മുടെ കയ്യിൽ ഒന്ന് കാണിക്കാൻ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ, സാമ്പിൾസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ കരുതിയിട്ടുണ്ടത് ഇതൊരു IIC ആണ്, ഡമ്മിയാണ്. ജസ്റ്റ് ആ ഷെല്ലിങ് നമ്മുടെ സൈസ് എന്തുമാത്രം വരാം എന്ന് കാണിക്കുന്ന ഒരു മെഷീനാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ആ സൈസ് കമ്പയർ ചെയ്യാം. എൻ്റെ തക്കം വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എത്ര സൈസ് വരുന്നുള്ളൂ. ഇത് ഇൻവിസിബിൾ ഇൻ ദി കനാൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇത് നമ്മൾ ചെവിയുടെ അളവെടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ചെവിയുടെ സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇത് നമ്മൾ ചെവിയുടെ ഉള്ളിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അനാറ്റമിയും കൂടിയാണ്. അപ്പം നോർമലി ഇത് കുറച്ച് വലുതാണ്. അപ്പം എൻ്റെ കനാൽ ഇതിങ്ങനെ ഇരിക്കും, ടൈറ്റ് ആയിട്ടിരിക്കും, നമ്മൾ കസ്റ്റം ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഇനി ഞാനിപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു പുൾ ഔട്ട് കോഡ് എന്നാണ് അതിന് പറയാം.
ഇത് എടുക്കാനും വെക്കാനും ഉള്ള ഇതിന് വേണ്ടിയിട്ട് മാത്രം, ഹെൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ ഇത് ഞാൻ വെക്കുകയാണെങ്കിൽ ഇത് വലതുവശത്തെയാണ്, ഇത് ഞാൻ വെക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ചെവിയിൽ കയറിയിരിക്കും. ഇത് എൻ്റെ ചെവിയുടെ അളവിന് ചെയ്തേക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് പ്രോപ്പറായിട്ട് ഫിറ്റ് ആവില്ല. അപ്പം ഇതാണ് ഒരു IIC എന്ന് പറഞ്ഞ ഹിയറിംഗ് എയ്ഡ് വന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അറിയില്ല, മുന്നിൽ നോക്കിയാൽ ഒട്ടും അറിയില്ല. അപ്പം ഇതിങ്ങനെ ഇരിക്കും. ഇത് എടുക്കാനാണെങ്കിൽ എളുപ്പമാണ്. അതിൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് കോളിൽ പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാനും എടുക്കാനും പറ്റും. ഇതാണ് IIC വരുന്നത്. ഇതാണോ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ? ഇതാണോ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ചെറിയത് മോഡലാണ് യൂസ് ചെയ്യാനൊക്കെ. ഓരോ കമ്പനീസും ഇപ്പോൾ ഞാൻ പറയാം, ടെക്നോളജി മാറുന്ന അനുസരിച്ച് ഓരോ കമ്പനീസും പുതിയ പുതിയ ചിപ്പ് സെറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം തന്നെ അവർ റിലീസ് ചെയ്യും. അപ്പം അവർ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആയിരിക്കും അതിനകത്ത് വരിക. ഇപ്പോൾ വന്നേക്കുന്ന ടെക്നോളജീസ് എന്ന് ഞാൻ പറയില്ല, എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ബ്ലൂടൂത്ത്, റീചാർജബിലിറ്റി, ഇപ്പം AI ഒക്കെ പറയുകയാണെങ്കിൽ DNN ന്യൂറൽ നെറ്റ്വർക്ക്സ് വരുന്ന അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കുറേ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓക്കെ, അതൊക്കെ അവരുടെ അണിയറയിൽ അവരുടെ വർക്ക് നടക്കുന്നുണ്ട്. കസ്റ്റമിൽ വേറെ ഒരെണ്ണമാണ് ITC എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി വലുതാണ്. നമ്മുടെ ഒരു ബഡ്സ് ഹെഡ്ഫോൺ ഇരിക്കില്ലേ, ആ ഒരു സിമിലർ സൈസാണ് വരിക. അപ്പോൾ ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാലും ഇത് ഹെഡ്ഫോൺസ് ആണെന്ന് ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നുള്ളൂ. ഒരു ഹിയറിംഗ് എയ്ഡ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റുകളുടെ അതെ, ഒരുപാട് ബഡ്സ് ഹെഡ്ഫോണും അവൈലബിൾ ആണ്. ഇനിയുള്ളത് RICs എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ, അല്ലെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്ന ഒരു മോഡൽ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതാണ് RICs വരുന്നത്. ചെവിടെ പുറമെയാണ് വെക്കുന്നത്, പക്ഷേ ഈ ഒരു തിൻ ട്യൂബാണ് വരിക. അതുകൊണ്ട് തന്നെ മുന്നിൽ നോക്കി നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ നമുക്കെപ്പോഴും കണ്ടുപരിചയമുള്ള BTs, ബിഹൈൻഡ് ദി ഇയർ. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. കേൾവി കുറവിനെ നോക്കിയിട്ടാണ്. എല്ലാം നമ്മുടെ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേര് പ്യൂർട്ടോൺ ഓഡിയോമെട്രി എന്നാണ്. അത് കിട്ടുന്ന റിസൾട്ടിൻ്റെ പേര് ഓഡിയോഗ്രാം എന്നാണ് പറയുക. ആ ഓഡിയോഗ്രാമിൻ്റെ പാറ്റേണും എന്തുമാത്രം കേൾവി കുറവുണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഏത് ഹിയറിംഗ് എയ്ഡ് വേണം എന്നുള്ളത് ഓപ്ഷൻസ് കൊടുക്കുക പേഷ്യൻസിന് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ ഒരു എന്താ പറയുക, ഇതിനൊരു ചികിത്സ എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ഇതൊരു സേവനം എന്നാണോ പറയണ്ടേ? ഇതൊരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്ന ഒരു സംഭവമാണ് നമ്മൾ നിൽക്കുന്ന മേഖല. പലരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നേരിട്ട് കണ്ട ഒരാളും കൂടിയാണ്. ഞാൻ റീല് കണ്ടായിരുന്നു, ഒരു ചേച്ചിക്ക് ഫ്രീ ആയിട്ട് നിങ്ങളിത് കൊടുക്കുകയും 2 കുട്ടികളൊക്കെയുള്ള അവർ ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് അവരൊരു ശബ്ദം കേൾക്കുന്നു. അങ്ങനത്തെ ഒരുപാട് മൊമെന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ആ ഒരു ചേച്ചി പുള്ളിക്കാരി ഗവൺമെൻറ്റിൽ ടെമ്പററി കോൺട്രാക്ട് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. 2 മക്കളുണ്ട്. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സും ഒരാൾക്ക് ഒരു 7-8 വയസ്സ് വരുന്നുണ്ട്. അപ്പം മൂത്ത കുട്ടി മോളാണ്. അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ. അവർക്കൊട്ടും അഫോർഡബിൾ ആയിരുന്നില്ല. ബേസിക്കലി അവരെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാവരും കൂടെ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഒട്ടും കേൾക്കില്ല. അപ്പോൾ അവർ പ്രോപ്പർലി ആ സൈൻ ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം കുറച്ചൊരു സംസാരമുണ്ട്, പക്ഷെ നമുക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ആദ്യമായിട്ട് വന്ന് നമുക്കൊരു നോർമൽ പേഷ്യൻ്റ് വരുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് അവരുടെ ഫാമിലി ഹിസ്റ്ററി വെച്ചാൽ ആ വീട്ടിൽ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്കൊരു ബോധ്യം മനസ്സിലായി. അന്നേരം പിന്നെ ഒറ്റയടിക്ക് എടുത്ത ഡിസിഷനാണ് അത് ഞങ്ങൾ ചെയ്തോളാം, മാഡം ഒന്നും അറിയണ്ട, കംപ്ലീറ്റ് ഞങ്ങൾ നോക്കിയോളാം. സർവീസ് ആണെങ്കിലും ഒന്നിനും പേയ്മെൻറ്റ് ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി ടേക്കൻ കെയർ ബൈ ട്രാവൻകൂർ തന്നെയാണെന്നുള്ളത് അങ്ങനെ തീരുമാനിച്ചതാണ്. നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തു, ഓഡിയോഗ്രാം കിട്ടിയപ്പം നല്ല ഒട്ടും കേൾവി ഇല്ല. അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് ചൂസ് ചെയ്തു. റീചാർജബിൾ ആയിരുന്നു അത് ആദ്യമായിട്ട് വെച്ച് കഴിഞ്ഞ് മാഡത്തിൻ്റെ മോള് കൂടെ ഉണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. എന്നാലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മോളാണ്, നല്ല മെച്ചുവേർഡാണ് ആ കുട്ടി. അപ്പം പെട്ടെന്ന് ഇത് വെച്ചപ്പോഴത്തേനും ഇനി അമ്മ കേൾക്കും എന്ന് നമ്മളവിടെ പറഞ്ഞു. അപ്പം ഞാനുണ്ട്, നമ്മുടെ ടീം ഫുള്ളുണ്ട് കോട്ടയം ബ്രാഞ്ചിലെ. അപ്പം ഞങ്ങളുടെ ക്ലിനിക്കിലെയും കുറച്ച് അല്ലാതെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇവൻ കൊച്ചിയിൽ 1-2 സ്റ്റാഫ് അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരെ കാണാൻ ചെന്നതല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അപ്പോൾ അതിലൊരാളാണ് പറഞ്ഞ മോളത്ത് അമ്മയൊന്ന് വിളിക്കാൻ പറഞ്ഞു. പുള്ളി ഇത് ആക്ച്വലി എന്തോ അങ്ങനെ പറഞ്ഞു. മോള് പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ മാഡം പെട്ടെന്ന് കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പം അവരുടെ കണ്ണ് ലിറ്ററലി നിറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കുമ്പം എൻ്റെ കൂടെ കൊച്ചിയിൽ നിന്ന് വന്ന പുള്ളി ആദ്യമായിട്ട് ഇത് കാണുന്നുണ്ട്. പുള്ളിക്ക് ഞാൻ പറയും ലിറ്ററലി കണ്ണ് നിറഞ്ഞു പുള്ളിയുടെ. അന്നേരമാണ് ശ്രീരാഗ് എന്ന് പറയും, ശ്രീരാഗ് പറഞ്ഞത് ബേസിക്കലി
എനിക്കിപ്പോഴാണ് ഞാൻ ഈ ചെയ്യുന്ന ജോലിയുടെ ഒരു വാല്യൂ മനസ്സിലായത്. ഈ ഒരാളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയപ്പം ലിറ്ററലി അത് അത് ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞാണ് നമ്മൾ ബേസിക്കലി അവരുടെ ഒരു അവരുടെ ലൈക്ക് ഫാമിലിയിൽ ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഇല്ല. ഈവൻ ഈ ഒരു ഹിയറിംഗ് എയ്ഡ് പോലും ഒരു എല്ലാവരും കൂടെ സ്പോൺസർ ചെയ്യാം എന്നുള്ള രീതിക്കാണ് വന്നിരുന്നത്. അപ്പോഴും സ്പോൺസർഷിപ്പ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് അന്ന് അവിടെ വെച്ച് എടുത്ത ഒറ്റ തീരുമാനമാണ് ഇത് ട്രാവൻകൂർ നോക്കിക്കോളാം എന്നുള്ളത്. അത് ഹിയറിംഗ് എയ്ഡ് മാത്രമല്ല, ആ ഹിയറിംഗ് എയ്ഡിൻ്റെ ലൈഫ് ടൈമുള്ള സർവീസും ബോൺ ബൈ ട്രാവൻകൂർ തന്നെയായിരിക്കും എന്ത് കാര്യമാണെങ്കിലും. ഇനിയിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷനിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരുപാട് ആഡ്സ് കാണാം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും. അത് ഓഫ്ലൈൻ ആകാം, ഓൺലൈൻ ആകാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിൽ.com സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോയിൻമെന്റ് എടുത്ത് അവിടെ അപ്പോയിൻമെന്റ് കൊടുത്ത് അപ്പോയിൻമെന്റ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള സ്ലോട്ട്സ് പറയും ഏതൊക്കെ ദിവസം ആണ് അപ്പോയിൻമെന്റ്സ് നമുക്ക് സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോയിൻമെന്റ് ബേസ് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അവിടെ ഓൾറെഡി വേറെ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരാം. അപ്പം ഏറ്റവും നല്ലത് എപ്പോഴും പ്രിപ്പയർ ആയിട്ട് വരുന്നവരാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് വരുന്നത് തന്നെയാണ്. ഓക്കെ. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു ഒറ്റ കാര്യം, ഇനിയിപ്പോൾ വിദേശത്തു നിന്ന് ഒരു വളരെ കുറച്ച് ദിവസത്തെ അവധിക്ക് വന്നവരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ഇത് ചവിട്ടിൽ വെച്ച് ആ ഒരു കേൾവി ശക്തി തിരിച്ച് കിട്ടാനുള്ള എൻ്റെ ഒരു ടൈം പീരീഡ് എത്രയായിരിക്കും ഏകദേശം? നോർമലി എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഗൾഫിൽ നിന്നാകാം, യൂറോപ്പിൽ നിന്നാകാം, നാട്ടിൽ വന്നിട്ട് ഇവർ പോകുന്നതിന് ഒരാഴ്ച മുന്നേ ആയിരിക്കും എല്ലാവരും ഓടി വരുന്നത്. ഒരാഴ്ച കൊണ്ട് ഞാൻ പോകും, അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഹിയറിംഗ് എയ്ഡ് വേണം. അതിൽ മിക്കവരും ഓപ്റ്റ് ചെയ്യുന്നത് ഉള്ളിൽ വെക്കുന്ന കസ്റ്റം മോഡലാണ്. അപ്പോൾ നമ്മൾ അളവെടുത്ത് കമ്പനിക്ക് അയച്ച് കമ്പനി അതേ ഷേപ്പിൽ അത് ചെയ്ത് വരണമെങ്കിൽ മിനിമം ഒരു 7 to 10 days എടുക്കാം. ഓക്കെ, ഇത് മിനിമം ആണ്. ഓക്കെ. അങ്ങനെ വരുമ്പം കസ്റ്റം പ്രൊഡക്ട്സ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ റെഡിമെയ്ഡ് പ്രൊഡക്ട്സ് ഉണ്ട്, RICs, BTs, ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് നമുക്ക് ഓർഡർ ചെയ്താൽ മേ ബി സ്റ്റോക്ക് ആണെങ്കിൽ അന്ന് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയ്സിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പം പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന കനാൽ പ്രൊഡക്റ്റിൽ 1-2 റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. അതെ, അപ്പോൾ അതും ചിലതിന് ബ്ലൂടൂത്ത് ഉണ്ട്, ചിലതിന് റീചാർജബിലിറ്റി ഉണ്ട്. കസ്റ്റം അല്ല, അളവെടുത്തിട്ട് ചെയ്യുന്നതല്ല, എന്നാലും ചെവിയുടെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത്. ഏറ്റവും ചെറിയ പ്രൊഡക്റ്റ് അതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ഇപ്പോൾ കിട്ടും. അപ്പം അങ്ങനത്തെ പ്രൊഡക്ട്സ് ഉള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടെയാണ്, ഈ പ്രത്യേകിച്ച് ഗൾഫിൽ പോകുന്നവർ ഉള്ളിൽ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വന്നതിന് ശേഷം കുറേ കൂടെ ഈസിയാണ്. ലാസ്റ്റ് മൊമെന്റ് ഓടി വരുമ്പം പോവുകയും വേണം, എന്നാൽ അതിന് മുന്നേ ഹിയറിംഗ് ഡെലിവറി ആണെന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് ഷെഡ്യൂളായിരിക്കും വരുന്നത്, ഭയങ്കര ടൈറ്റ് ആയിരിക്കും അത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മോഡൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം പുറത്ത് രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരാകാം, അല്ല മക്കളുടെ അവിടെ ഉള്ളവരായിരിക്കാം, നമുക്ക് ഇൻ്റർനാഷണൽ വാറണ്ടി വരുന്ന പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പം ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും ആ രാജ്യത്ത് അതിന് സപ്പോർട്ട് ഉണ്ടാവും, എപ്പോഴും അവരുടെ ഡയറക്റ്റ് സപ്പോർട്ട് ഉണ്ടാവും. ഇനി ഒരു ഒറ്റ കാര്യം, ഇത് വ്യാജവും ഒറിജിനലും തിരിച്ചറിയണം എങ്ങനെയാണ്? ഹിയറിംഗ് എയ്ഡ്സിന് കമ്പാരിറ്റീവ്ലി ഡ്യൂപ്ലിക്കേറ്റ്സ് കുറവാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മളെപ്പോഴും ഞാൻ ഇതിൻ്റെ അത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പത്രത്തിൽ പരസ്യം കാണും, ഈ 3000 രൂപയ്ക്ക് അല്ലെ 6000 രൂപയ്ക്ക് ഹിയറിംഗ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോളത്തിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അത് ആക്ച്വലി ഹിയറിംഗ് എയ്ഡ് അല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. അത് ഹിയറിംഗ് ആംപ്ലിഫയേഴ്സ് ആണ്. അത് ജസ്റ്റ് ഒരു ആംപ്ലിഫയർ ആണ്, ഒരു സ്പീക്കറിന്റെ ഫംഗ്ഷനാണ് അത് ചെയ്യുന്നത്. സൗണ്ടിനെ ജസ്റ്റ് ആംപ്ലിഫൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഹിയറിംഗ് എയ്ഡിന്റെ കാറ്റഗറിയിൽ വരുന്നതല്ല, ഹിയറിംഗ് ആംപ്ലിഫയേഴ്സ് ആണ്. ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ ചിപ്പും ഡെവലപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിന് ബേസ് ചെയ്ത് സ്റ്റഡീസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് ചിപ്പ് ഒരു റിലീസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും R&Dയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹിയറിംഗ് എയ്ഡ്സ് പൊതുവെ കോസ്റ്റ്ലി തന്നെയാണ്. ഏറ്റവും മിനിമം കോസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡിന് നമുക്ക് മിനിമം ഒരു 20,000 വരും ഒരു ഹിയറിംഗ് എയ്ഡിന്. അതൊരു ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ ആ ഒരു റേഞ്ച് വരെ പോകുന്ന മോഡൽസ് അവൈലബിൾ ആണ്. ഹിയറിംഗ് എയ്ഡ്സിൻ്റെ കോസ്റ്റിൽ എല്ലാവരും പറയും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതിൻ്റെ റീസൺ ഇതാണ്, ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറയുന്ന ഓരോ കംപ്ലയിൻസിനനുസരിച്ച് നമ്മൾ അതിൻ്റെ അത് ചേഞ്ചസ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും എപ്പോഴും. ഒരു ഹിയറിംഗ് എയ്ഡ് ആംപ്ലിഫയർ വെക്കുന്നതിൽ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ. നമ്മൾ 3000 രൂപയ്ക്ക് കണ്ടു, നമ്മളത് വാങ്ങി, നമ്മൾ വെച്ചു. നമ്മൾ ജസ്റ്റ് ഒരു ആംപ്ലിഫയർ ആണ്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ തന്നെ തോന്നാൻ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമില്ല എന്നുള്ളത്. അത് പക്ഷേ ആക്ച്വലി നമ്മൾ വെച്ചിരിക്കുന്ന ഹിയറിംഗ് എയ്ഡ് അല്ല, ഹിയറിംഗ് ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവാറ്റുപുഴയിൽ നടന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് ഇതുപോലെ വന്നു.
ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ആക്ച്വലി ഒരു ഹിയറിംഗ് ആംപ്ലിഫയർ ആണ്. ആ കമ്പനി ഏതാ നെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും നമുക്ക് അങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് ചോദിച്ചു ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനെടുത്ത് നോക്കി. ഞാൻ പറഞ്ഞു ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ സ്റ്റോർ ചെയ്താണ് MC റോഡിൽ മൂവാറ്റുപുഴയിൽ. പുള്ളി പത്രത്തിൽ പരസ്യം കണ്ടിട്ട് അവരെ വിളിച്ചു. രണ്ട് പേര് വന്നു, കാറിലാണ് വന്നത്. MC റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തു. പുള്ളിയോട് കാറിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. പുള്ളിക്ക് ഈ സാധനം വെച്ച് കൊടുത്തു, ഹിയറിംഗ് എയ്ഡ് ആംപ്ലിഫയർ വെച്ച് കൊടുത്തിട്ട് പുള്ളിയിൽ നിന്ന് കാശ് വാങ്ങി. എന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞിട്ട് പുള്ളി പുറത്തിറങ്ങി. ഇവർ കാറ് ഡോറ് അടച്ച് ഒരു സ്ഥലം വിട്ടു. പുള്ളിയുടെ കയ്യിൽ ഹിയറിംഗ് എയ്ഡ് ആയിപ്പോയി. കാശ് ഒരു വണ്ടി ഇരുന്നപ്പോൾ തന്നെ മേടിക്കുകയും ചെയ്തു. പിന്നെ അവരെ വിളിച്ചാൽ ഒരു കോൺടാക്റ്റും ഇല്ല. അതിനുശേഷം പുള്ളി കുറേ നോക്കി ഇത് വെച്ചിട്ട് ഒരു രക്ഷയില്ലാതായപ്പോഴാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അത് കുറേ ചൈനീസ് ബ്രാൻഡ്സ് ഉണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായി ഗ്ലോബലി. അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഹിയറിംഗ് എയ്ഡ്സിന് 6 മേജർ മാനുഫാക്ചേഴ്സ് ആണ് ഉള്ളത്. അപ്പം അവരുടെ പ്രൊഡക്റ്റിന് എപ്പോഴും ഈ പറഞ്ഞ പോലെ അത് ഇമ്പോർട്ടഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിന് പ്രോപ്പറായിട്ടുള്ള സർവീസും ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം അവൈലബിൾ ആയിരിക്കും. കമ്പനിയുടെ കയ്യിൽ നിന്നുള്ള വാറണ്ടി ആണെങ്കിലും ഉണ്ടാവും. ഒരു ക്ലിനിക്കിൽ നിന്നാണെങ്കിൽ അതിൻ്റേതായ ഈ പറഞ്ഞ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. ഓക്കെ. ട്രാങ്കൂർ ഇയറിംഗ് സൊല്യൂഷൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? കേൾവിക്കുറവുള്ളവരെ ഏറ്റവും ഏത് സ്ഥലത്താണെങ്കിലും സഹായിക്കാൻ പറ്റണം ഞങ്ങളെ കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. കാരണം ഇപ്പം നമുക്ക് കൂടുതലും ആക്സസിബിൾ ആയിട്ടുള്ള മേജർ സിറ്റീസിൽ തന്നെയാണ്, Tier 1 സിറ്റീസിലാണ്. അതിനി പറഞ്ഞ Tier 2 Tier 3 നമുക്ക് ഒട്ടും ഈ പറയുന്ന സപ്പോർട്ട്സ് ഇല്ലാത്ത സ്ഥലങ്ങളിലോട്ടാണെങ്കിലും എത്തിക്കുക. അപ്പം ഇനി അടുത്തത് അതിൻ്റെ ടേൺ അറൗണ്ട് ടൈമാണ്. നമ്മളിപ്പോൾ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ഒരു 1 വീക്ക് എന്തായാലും എടുക്കും സർവീസ് കഴിഞ്ഞ് വരാൻ. അപ്പം അതും ഏറ്റവും വേഗം ചെയ്ത് എത്തിക്കുക. നമ്മളതിനൊരു ലാബ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയും വരുന്നുണ്ട്. നമ്മുടെ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ഫോളോ അപ്പ് ഭയങ്കര രസകരമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താണ് നമ്മൾ ടീമിനോട് പറഞ്ഞ് ഏൽപ്പിച്ചേക്കുന്നത്? എങ്ങനെയാണ്? സെപ്പറേറ്റ് ടീം തന്നെയുണ്ട്. ഫോളോ അപ്സിനുണ്ട്, കസ്റ്റമർ സർവീസ് ടീമുണ്ട്. അതാണ് ഒരു എപ്പോഴും ഒരു പേഷ്യന്റിന് വേണ്ട, അതാണ് ഒരു ഫോളോ അപ്പ് ആണ്. ഓരോ പേഷ്യന്റും ഇമ്പോർട്ടൻ്റാണ്. ഒരാളെ നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ ഓൾറെഡി അവിടെ എൻറ്റേർഡ് ആയിരിക്കും. അപ്പം നെക്സ്റ്റ് ഡേ ആയി കഴിഞ്ഞാൽ ഫോളോ അപ്പിൽ വരും. എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ അടുത്ത കോളേജിലെ സൊല്യൂഷൻ എഴുതണം. അതിപ്പം ഇതിപ്പോൾ ഓഡിയോളജിൻ്റെ അടുത്താണോ പോയത്, അതോ ഇവരുടെ ഹിയറിംഗ് എയ്ഡ് ഇന്നതാണ്, അത് കമ്പനിയിലാണോ നിൽക്കുന്നത് എന്നുള്ള സൊല്യൂഷൻ വരും. അപ്പം വിത്തിൻ അവർക്ക് മിനിമം ടൈം പീരീഡ് ഉണ്ട്. ഇത്രയും ടൈമിനകത്ത് സോൾവ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് പ്രശ്നം എന്നുള്ള പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് ഇതാണ് പ്രശ്നം, അതിന് ഇത്രയും ദിവസം എടുക്കും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മിനിമം പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കണം. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഈ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നവരുടെ ഒരു കാര്യമാണ്, വെക്കാതിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇതെപ്പോഴും വെച്ച് കഴിഞ്ഞ് ഇതെപ്പോഴും വെക്കേണ്ടി വരുമോ, ഊണിലും ഉറക്കത്തിലെല്ലാം പിന്നെ ഇത് ഊരാൻ പറ്റില്ല, ഇത് നമുക്ക് ഒരു പബ്ലിക്കിലൊക്കെ ചെല്ലുമ്പോൾ ഇത് മാറ്റാൻ പറ്റില്ല, അങ്ങനെ ഒരു തോന്നൽ ഇപ്പോൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഹിയറിംഗ് എയ്ഡ് വൺസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കും ഇത് ചെവിയിലിരിക്കുന്ന നല്ല വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഇത് എപ്പോഴും വെക്കേണ്ടി ഒരു നോർമലി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. വൺസ് അത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നെ അത് മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാവും. അപ്പോൾ നമ്മൾ തന്നെ ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണട. നമ്മൾ കണ്ണട മുഖത്ത് വെച്ചിട്ട് തന്നെ കണ്ണട തപ്പും ഇല്ല, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി. അതുപോലെ തന്നെയാണ് ഹിയറിംഗ്. ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതില്ലാണ്ട് നമുക്ക് പാടാണ്. കാരണം നമുക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമോ. അത് വെക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ഇതുവരെ ഇല്ലാതിരുന്നു അറിയാൻ പറ്റും. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അത് കേൾവിക്കുറവുള്ള ഒരാൾ വെച്ച് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇതേ കാര്യം പറയുന്നതും ഒരാളെ വെച്ച് കേൾപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഐഡിയലി പറയുന്നത് മിനിമം ഒരു ദിവസം 8 മണിക്കൂറേലും ഉപയോഗിക്കണം എന്നാണ്. ഇത് നമ്മൾ ഐഡിയലി പറയുന്നതാണ്. എന്നാലും നമ്മൾ എപ്പോഴൊക്കെ എണീറ്റിരിക്കുന്നു അപ്പോഴൊക്കെ അത് മാക്സിമം യൂസ് ചെയ്യാം. കൂടുതൽ യൂസ് ചെയ്യുന്നതോറും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കൂടത്തുള്ളൂ. അതെ. ഇതെങ്ങനെയാണ് ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന, കേടുപാട് സംഭവിക്കാതെ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നെയാണ്. നമുക്കുണ്ടാകുന്ന കേൾവിക്കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണം തന്നെയാണ്. ഇത് ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഞാൻ പറയുന്നില്ല, സിമ്പിളായിട്ടുള്ള കെയർ ആൻഡ് മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ബഡ്സ് ഇടും, കാരണം അത് ചെവിയുടെ ഉള്ളിൽ ഈ വാക്സ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഫോണിൽ എപ്പോഴും വാക്സ് വരും.
അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് ചെവിയുടെ ഉള്ളിലോട്ട് വെക്കുന്നതുകൊണ്ട് ഹിയറിംഗ് എയ്ഡിലും വാക്സ് വരാം. അപ്പം ഹിയറിംഗ് എയ്ഡിൽ സൗണ്ട് പുറത്തേക്ക് വരുന്ന ഓപ്പണിംഗ് തീരെ ചെറുതാണ്. ഇത് എപ്പോഴും വെക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓപ്പണിംഗ് വാക്സ് ഒന്ന് ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. ഏറ്റവും നല്ലത് ഡെയിലി നമ്മൾ ഉറങ്ങാൻ നേരത്ത്, ടെക്നിക്കലി നമ്മൾ ഉറങ്ങാൻ നേരത്തും കുളിക്കാൻ നേരത്തും, ടെക്നിക്കലി അല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടാത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഉപയോഗിക്കേണ്ട. അപ്പോൾ ഉറങ്ങാൻ നേരത്ത് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഹിയറിംഗ് എയ്ഡ് എടുത്ത് അതിൻ്റെ ബോക്സിൽ വെക്കും, അല്ല ചാർജർ ആണെങ്കിൽ ചാർജറിൽ നമ്മളത് വെക്കും. ആ ടൈമിൽ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക, ഹാർഡ്ലി 5 മിനിറ്റ് മതി. ആ നമ്മൾ ഉള്ളിലേക്ക് വെക്കുന്ന ടിപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇനി കസ്റ്റം പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വാക്സ് ഗാർഡ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതിന് ഹിയറിംഗ് എയ്ഡിൻ്റെ ബോക്സ്, നമ്മൾ ഹിയറിംഗ് എയ്ഡ് വാങ്ങുമ്പോൾ തന്നെ അതിന് ബോക്സിൽ അതിൻ്റെ ക്ലീനിങ് കിറ്റും വരും. ചിലപ്പോൾ ടവൽ ഉണ്ടാവും, ഒരു ബ്രഷ് ഉണ്ടാവാം, ഡിഫറെൻറ്റ് ടിപ്സ് വരാം. ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇയർ പീസ് വരുന്നത്. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. സോ ദാറ്റ് ആ വാക്സ് ഡെബ്രീസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അങ്ങ് പോകും. കാരണം വാക്സ് ചെറുതായിട്ടൊന്ന് അടഞ്ഞിരുന്നു കഴിഞ്ഞാലും ഹിയറിംഗ് എയ്ഡിൻ്റെ സൗണ്ട് കുറയാം. കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് സൗണ്ടേ പുറത്തേക്ക് വരില്ല. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ ഒരു സോഫ അങ്ങനെയൊക്കെ സോഫ്റ്റ് ആയിട്ട് സർഫസിലാണ്, കൈ നിറയാണ്ട് താഴെ പോയി വീണ് കഴിഞ്ഞാലും ഹിയറിംഗ് എയ്ഡ് പ്രത്യേകിച്ച് ഇതുപോലത്തെ എന്തെങ്കിലും ക്രാക്സ് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് കുറവാണ്, ഫിസിക്കൽ ഡാമേജ്. അതേസമയം ഒരു മേശ, നല്ല കട്ടിയുള്ള മേശയാണ്, അല്ലെങ്കിൽ ടൈല്, ഫ്ലോറിലെ ടൈലിലോട്ടാണ് വീഴുന്നതെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും കമ്പോണൻസ് ബ്രേക്ക് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പം നമുക്ക് തന്നെ ഉപയോഗിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ സൗണ്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് വരാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും വർക്ക് ചെയ്യാതിരിക്കാം. അപ്പോഴാണെങ്കിൽ നമ്മൾ കമ്പനിക്ക് അത് അയച്ച് റിപ്പയർ ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇത് വരാതെ നോക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് എപ്പോഴും. അതുകൊണ്ട് കെയർ ആൻഡ് മെയിൻ്റനൻസ്, പ്രത്യേകിച്ച് അതിൻ്റെ ക്ലീൻ ആക്കി വെക്കുന്നത് എപ്പോഴും നോക്കുക, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹാർഡ്ലി ഒരു ദിവസം ഒരു 5 മിനിറ്റ് വേണ്ട അത് ക്ലീൻ ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ചിലർ ഭയങ്കര റഫായിട്ട് ഹാൻഡിൽ ചെയ്യും. ഇത് ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് ചില കമ്പോണൻസ് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. ഡെലിക്കേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇത് ഒരുപാട് ടെസ്റ്റ് ആൻഡ് റീടെസ്റ്റ് ചെയ്തേക്കുന്നതാണ് ഓരോ കമ്പോണൻസ്. എന്നാലും കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ഡാമേജ് നമുക്കൊരു പരിധി വരെ ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. കാരണം ഇന്നും ഏറ്റവും കൂടുതൽ കെയർ ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ, എനിക്ക് 3-4 പേഷ്യൻസ് ഉണ്ട് 12 കൊല്ലമായിട്ട് ഒരേ ഹിയറിംഗ് എയ്ഡ് തന്നെ യൂസ് ചെയ്യുന്നവർ. പിന്നെ വാറണ്ടി മിനിമം നമുക്കൊരു 2 ഇയർ വരും മിനിമം. അപ്പം ഈ വാറണ്ടി പീരീഡിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളൊരു 2 തവണയിലും ജനറൽ സർവീസ് നമ്മൾ അയക്കുക കമ്പനിയിൽ. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ അത് നോക്കി പ്രോപ്പർലി വർക്കിംഗ് ആണ്, ഓരോ കമ്പോണൻസും അതിൻ്റെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി മാറേണ്ട കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക്കലി വാറണ്ടിയിൽ ഒരു മാറി തന്നെ നമുക്ക് അയച്ചു തരും. അപ്പം അത്രയും കൂടെ നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടും. എങ്ങനെ പോയാലും ഒരു 5 കൊല്ലം മിനിമം, ഒരു 5 കൊല്ലം നമുക്ക് ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹിയറിംഗ് എയ്ഡ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതൊരു ജോലിയല്ല, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്ന, ഒരു ജീവിതത്തിൽ വെളിച്ചം വരുത്തുന്ന ഒരു സേവനം കൂടിയാണ്. നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേരുടെ ഒരു പ്രതീക്ഷയ്ക്ക് എന്താ പറയുക, ആഴം കൂട്ടുക എന്ന് പറയുക നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ. ഒരുപാട് കുടുംബങ്ങളിൽ എല്ലാവരുടെയും സമാധാനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, നിങ്ങളുടെ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ. എത്രയും പെട്ടെന്ന് ആവശ്യക്കാരിലേക്ക് നിങ്ങളുടെ സേവനം എത്രയും പെട്ടെന്ന് എത്തട്ടെ. കാരണം അത്രയും വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇതേപോലെ തന്നെ എപ്പോഴും പോകാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നിങ്ങൾ നേരുന്നു. താങ്ക് യു.